പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. സ്തോത്രം. വിശ്വാസത്തിന് വളർച്ചയില്ല എങ്കിൽ, അത് മുരടിച്ചു പോയെങ്കിൽ നമുക്ക് മുമ്പോട്ട് ആത്മിക ജീവിതത്തിൽ പോകുവാൻ സാധ്യമല്ല. തന്നെയുമല്ല, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ പ്രത്യേക ആ ഒരു സന്തോഷത്തിൽ നാം എത്തിച്ചേരണം ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് ഏറ്റവും ഉപോത്ബലകമായ, അതിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ വിശ്വാസം എത്ര വലുതായിരിക്കണം എന്നുള്ളതിലേക്ക്. ഹൗ ഗ്രേറ്റ് ഷുഡ് ബി അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചിലതരം വിശ്വാസം ഒരു പരിധിവരെ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്, പക്ഷെ മറ്റുള്ളവ തികച്ചും വ്യത്യസ്തമായ ആ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പൊതുവായ വിശ്വാസം, വലിയ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, ചഞ്ചലപ്പെടുന്ന വിശ്വാസം, അല്പവിശ്വാസം എന്നിങ്ങനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ പറയുമ്പോൾ ക്രിസ്ത്യ വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾ ദീസ് പ്രോമിസസ് ആർ ഫോർ ഫുൾഫിൽമെൻറ്റ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഇഹലോക ജീവിതം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നമേ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് നിവൃത്തീകരിക്കുവാനുള്ളതാണ് ഈ വാഗ്ദത്തങ്ങൾ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ വിശ്വാസവും നമ്മുടെ ഈ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ ആശ്രയിച്ച് നമ്മൾ വിശ്വസിക്കാൻ പോയാൽ അത് വിശ്വാസമല്ല. കാര്യങ്ങൾ കണ്ടിട്ടാണ് ലോകം വിശ്വസിക്കുന്നത്, എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് കാണാതെയാണ്. പൗലോസ് വിളിച്ച് പറയുന്നുണ്ടല്ലോ, അതേ, കാണുന്ന വിശ്വാസമോ താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണാത്തതിനായി നോക്കി പാർത്തിരിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം നോക്കുമ്പോൾ ഒരുപാട് ലെവൽസ് ഓഫ് ഫെയ്ത്ത് കാണാൻ സാധിക്കും. ഒരുപാട് വിശ്വാസത്തിൻ്റെ തലങ്ങളെ, നിലവാരങ്ങളെ കാണാൻ സാധിക്കും. നമ്മുടെ അല്പത ചിന്തയ്ക്കായിട്ട് ചില വിശ്വാസത്തിൻ്റെ തലങ്ങളെ മാത്രം നോക്കി മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ എന്നവിടെ കാണുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എ മെഷർ ഓഫ് ഫെയ്ത്ത് ഈസ് ഗിവൺ ബൈ ഗാഡ് ടു ഓൾ പീപ്പിൾ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക അളവ്, എ പർട്ടിക്കുലർ മെഷർ ഓഫ് ഫെയ്ത്ത് ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ വിശ്വാസത്തിൻ്റെ അളവ് ദൈവം ദാനമായി നൽകിയത് നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മളെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, ദൈവം നൽകിയ വിശ്വാസത്തിൻ്റെ അളവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ ഇത് നമ്മൾ മുമ്പോട്ട് വർദ്ധിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ വിശ്വാസം നമ്മൾ മുമ്പോട്ട് നമ്മളെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി മാറ്റുന്നതിന്, ദൈവത്തിൻ്റെ രക്ഷ പൂർണ്ണ അളവിൽ, പൂർണ്ണ തോതിൽ നമുക്ക് ലഭ്യമാകേണ്ടതിന് അത് നമ്മെ സഹായിക്കും. ആമേൻ. ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നൊരാൾക്ക് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. ഒന്നാമത് ദൈവത്തിൽ ആഴമായി ആശ്രയിച്ച് വിശ്വസിച്ച് ദൈവവചനത്തിലും വിശ്വസിക്കണം. രണ്ടാമത്
ദൈവവചനത്തിൻ്റെ നമ്മളോട് പറഞ്ഞുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതായ പ്രവൃത്തി നമ്മൾ ചെയ്യണം. വി മസ്റ്റ് ആക്ട് അപ്പോൺ ദി ഗോഡ്സ് വേർഡ്. ദൈവവചനം എന്തു പറയുന്നോ അതിന് സ്റ്റെപ്പ് എടുത്ത് ആ ഒരു പ്രോസസ്സിൽ നമ്മൾ മുമ്പോട്ട് പോകണം. മൂന്നാമത്, വി മസ്റ്റ് എക്സ്പ്രസ് പെർഫെക്റ്റ് അഷ്വറൻസ് ദാറ്റ് ഈസ് റിക്വസ്റ്റ് വിൽ ബി ഗ്രാൻറ്റഡ്. ദൈവവചനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നാം ആ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തി പഥത്തിൽ മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു പൂർണ്ണമായ അഷ്വറൻസ്, ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. അതെ, ഞാൻ ഈ ചോദിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് സംസാരിക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് നൽകാൻ പോകുകയാണ്. ആമേൻ. ഒരു 3-4 വിശ്വാസത്തിൻ്റെ പടികളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് അല്പമായി ബ്രീഫായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകാം. ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വളരെയധികം അത് അർത്ഥവത്തായ 3-4 വിശ്വാസം. ഒന്നാമത്തെ വിശ്വാസം ഗ്രോയിങ് ഫെയ്ത്ത് ആണ്, വളരുന്ന വിശ്വാസം, വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസം. രണ്ടാമത്തേത് ഇറ്റ്സ് ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. മൂന്നാമത് അൺവേവറിംഗ് ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസം, സംശയിക്കാതെ പോകുന്ന. നാലാമത്തേത് സ്ട്രോങ് ഫെയ്ത്ത്, ശക്തമായ വിശ്വാസം. അപ്പം ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. യഥാർത്ഥ ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ഈ 4 നിലവാരങ്ങളും കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വി മസ്റ്റ് ഹാവ് എ ഗ്രോയിങ് ഫെയ്ത്ത്, വി മസ്റ്റ് ഓൾസോ ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത്, ആൻഡ് വി നീഡ് ടു ഹാവ് അൺവേവറിംഗ് ഫെയ്ത്ത്, ആൻഡ് ഓൾസോ അവർ ഫെയ്ത്ത് ഷുഡ് ബി സ്ട്രോങ്. ആമേൻ. നമുക്ക് നോക്കാം എന്തായി വളരുന്ന വിശ്വാസം അഥവാ ഗ്രോയിങ് ഫെയ്ത്ത്. ഗ്രോയിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്റ്റഡിലി പ്രോഗ്രസ് ഉള്ളതായ, നമ്മൾ മുമ്പേ കണ്ടല്ലോ, നമുക്കൊരു വിശ്വാസത്തിൻ്റെ അളവ് ദൈവം പങ്കിട്ട് തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അളവിൽ നിന്നും കാര്യമായ ഒരു ഇംപ്രൂവ്മെൻറ്റ്, കാര്യമായ ഒരു വർധനവ്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്കതിനെ വളരുന്ന വിശ്വാസമെന്ന് വിളിക്കാനായിട്ട് സാധ്യമല്ല. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർ താനെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ കൂടെ അവരെ കൊണ്ടുപോയി. ഓരോരോ പടികൾ കഴിയും തോറും അവിടെ വിശ്വാസത്തിന് വർധനവുണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. അഥവാ ഉണ്ടായില്ല എങ്കിൽ കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? നിങ്ങൾ അല്പവിശ്വാസികളാണോ? ആമേൻ. നമ്മുടെ ബേസിക് മെഷർ ഓഫ് ഫെയ്ത്തിൽ നിന്നും ഒരു സ്റ്റഡി പ്രോഗ്രസ്, കാര്യമായ ഒരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉണ്ടാകണം. അത് നമ്മളെ ഒരു സ്ട്രോങ് ഫെയ്ത്തിലേക്ക് കൊണ്ടുപോകും. പിറന്നു വീണ ഒരു കുഞ്ഞിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്ക് എത്ര അത്യാവശ്യമാണോ, അതുപോലെ തന്നെ നമുക്ക് വളരുവാൻ വളരെയധികം കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം നമുക്കവൻ ദാനമായി നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ മുഴുവനും ദൈവം ദാനമായി പ്രദാനം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഒരു ബേബി ക്രിസ്ത്യൻ എന്നുള്ള നിലവാരത്തിൽ സ്പിരിച്വൽ ഫുഡ് അല്ലെങ്കിൽ ആത്മീക ഭക്ഷണം നിരന്തരമായി നാം കഴിച്ച് ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആഴമായ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. ആമേൻ. സോ ഗ്രോയിങ് ഫെയ്ത്ത് അഥവാ വളരുന്ന വിശ്വാസം സ്റ്റഡിലി പ്രോഗ്രസ് ചെയ്യുന്നതാണ്. അത് ഇറ്റ് ഈസ് ഓൾസോ പ്ലീസിങ് ടു ഗോഡ്. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസത്തിനേ വിലയുള്ളൂ. ഇബ്രാഹിം ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശ്വാസം എന്താണെന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമെന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോഴാണ് ആ വിശ്വാസം എന്താണെന്ന് നമുക്ക് ഒരു ചെറിയ ഗ്രാഹ്യം കിട്ടുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല, കഴിവില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്
ദൈവം പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? സോ യഥാർത്ഥ വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ രാവിലെ സമയം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് പ്രസാദകരമാണോ? എൻ്റെ വിശ്വാസം എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണോ? വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ തലത്തിൽ എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്തി മുമ്പോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ കണ്ടിട്ട് കൊള്ളാം. കർത്താവ് പറഞ്ഞല്ലോ, 5 താലന്തും 2 താലന്തും ലഭിച്ച മനുഷ്യരോട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കി വെക്കാൻ പോവുകയാണ്. നമ്മുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന, ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഈ ദിവസങ്ങളിലൊന്ന് ശോധന ചെയ്ത് അതിന് വേണ്ടതായ സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ. ദൈവവചനം നമുക്കുണ്ട്. ഒന്നാമത്തെ ഇത് വളരുന്ന വിശ്വാസം, വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസം, അനുദിനം അനുഭവങ്ങളിലൂടെ, പ്രത്യേക അവസരങ്ങളിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസം. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ഇത് ഒരു ടോട്ടലി പെർസ്വേഡിങ് ടൈപ്പാണ്. നാം തന്നെത്താനെ ഉറപ്പിക്കുന്ന, വിട്ടുകൊടുക്കാത്ത, എന്ന് വെച്ചാൽ അതിനുവേണ്ടി എന്ത് വിലയും നൽകാനായിട്ട് ഒരുങ്ങിക്കൊണ്ട്, ഏത് ത്യാഗവും സഹിപ്പാൻ ഒരുങ്ങിക്കൊണ്ട് അതിനുവേണ്ടി ചുവടുകൾ വെക്കുന്ന ഒരു വിശ്വാസം. ഈ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ദൈവം പോലും നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സന്തോഷിക്കുന്ന ഒരു അനുഭവം. എന്നുവെച്ചാൽ ദൈവത്തെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ദൈവത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. പക്ഷെ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ആ നിലവാരം കാണുമ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമായിട്ട് ദൈവം തന്നെ പറയും, ഇത് ചെയ്തു കൊടുക്കാം, ഈ കാര്യം ഞാൻ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് ദൈവത്തെ പോലും അതിനുവേണ്ടി ഒരുക്കുന്ന, അതിനുവേണ്ടി തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസം. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സെഞ്ചൂറിയനെ കുറിച്ച്, ശതാധിപനെ കുറിച്ച് കാണുന്നുണ്ട്. റോമാ ഗവൺമെൻറ്റിൻ്റെ 100 പടയാളികൾക്ക് അധിപനായൊരു മനുഷ്യൻ, ജാതീയ മനുഷ്യനാണ്, അന്യജാതിക്കാരനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, എൻ്റെ ദാസന് സുഖമില്ലാതെ കിടക്കുക. അദ്ദേഹം ദാസനെക്കുറിച്ച് വളരെയധികം കൺസേൺ ഉള്ള ആളാണ്. അടിമകളെക്കുറിച്ച് പോലും ആ സമയത്ത് വേണമെങ്കിൽ അടിമകളെ അവർ രോഗിയായിട്ട് കിടന്നാൽ പണി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളയാനുള്ള അധികാരമുള്ള ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ മനുഷ്യന് വളരെയധികം ദൈവഭയമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ ദാസന് സൗഖ്യമാകാൻ കർത്താവിനോട് വിവരം പറഞ്ഞയക്കും. കർത്താവ് വരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, കർത്താവ്, നീ എൻ്റെ പുറയ്ക്കൊക്കത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകാമെന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ എന്ന് വെച്ചാൽ ദൈവമക്കളാകുന്ന, വിശ്വസിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ആമേൻ. രണ്ടാമത് നമ്മൾ അവിടെ തന്നെ കാണുന്നത്, ഈ വലിയ വിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു വ്യക്തി, പല വ്യക്തികളുണ്ടെങ്കിലും മറ്റൊരു പ്രോമനൻ്റ് പേഴ്സണെ നമ്മൾ കാണുന്നത് കനാന്യ സ്ത്രീയെക്കുറിച്ച്. സുറഫോയിനിക്ക ജാതികാരിയായ സ്ത്രീ, അതും ഒരു ജാതീയ സ്ത്രീ. അന്യജാതികളായ അല്ലെങ്കിൽ ജാതികളായ ആളുകളെക്കുറിച്ച് സാധാരണഗതിയിൽ യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുന്നൊരു കാര്യം,
അവർക്ക് വിശ്വാസമില്ലെന്നാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അവർക്ക് വിശ്വാസം വളരെ കുറവാണ്. മിക്കവാറും കാണത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സർഫേനിക്കക്കാരത്തി കനാന്യ സ്ത്രീയെ പോലെയും അല്ലെങ്കിൽ ശതാധിപനെ പോലെയുള്ള ആളുകളെ കാണുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായത്തിൽ കൊർന്നേലിയോസിനെ കാണുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, വിശ്വാസം അർപ്പിച്ചവർ. ഉദാഹരണമായിട്ട് റൂത്ത് എന്ന് പറഞ്ഞ മോവാബ്യ സ്ത്രീ, നിന്റെ ദൈവം എൻ്റെ ദൈവമെന്നും നിന്റെ ആളുകൾ എൻ്റെ ആളുകളെന്നും നിന്റെ ദേശം എൻ്റെ ദേശം നിന്റെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും ഒന്ന് എന്നൊക്കെ തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് പറഞ്ഞവളായ ആള്. അപ്പം ഇവിടെ ഈ സ്ത്രീയെ, കനാന്യ സ്ത്രീയെ, യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായി ഉണ്ട്, അവളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നു, അവളെ സൗഖ്യമാക്കണമേ. അപ്പോൾ യേശു ഒരു പക്ഷേ ടെസ്റ്റ് ചെയ്യായിരിക്കാം അവളെ, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ തോന്നുന്നു ടെസ്റ്റിംഗ് അല്ല. യേശു ടോട്ടലി റിജക്റ്റ് ചെയ്യുക, റിഫ്യൂസ് ചെയ്യുക, ഔട്ട്റൈറ്റ് അങ്ങ് റിഫ്യൂസ് ചെയ്യുക. പറയുന്നത്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. മക്കളുടെ അപ്പോഴത്തെ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന നന്നല്ല എന്നതിനും പറഞ്ഞു. ഇൻസൾട്ട് ചെയ്യുന്ന, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന, ടോട്ടലി നിരാശപ്പെടുത്തുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് യേശുവിൻ്റെ പക്കൽ. ബട്ട് ലുക്ക് അറ്റ് ദിസ് വുമൺ, ഷി പെർസിസ്റ്റഡ്. അവൾ പിന്നെ നിൽക്കുക, പോകുന്നില്ല. അവൾ ഈ കാര്യം സാധിച്ചു കിട്ടുന്നതിനായിട്ട് ഏതറ്റം വരെയും പോകുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി, നാണം കെടുന്നെങ്കിൽ നാണം കെടട്ടെ, അടി കൊള്ളുന്നതിന് അടി കൊള്ളട്ടെ, എന്ത് വേണേലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ബട്ട് ഐ നീഡ് ദിസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമേൻ. ദിസ് ലേഡി has demonstrated a great level of faith. അവൾ പോകാൻ തയ്യാറല്ല. അവളവിടെ നിന്നിട്ട് ആ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ളതായ, അല്ലെങ്കിൽ തന്നെ നാണം കെടുത്തുന്ന, തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ളതായ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടും അവൾ ഒട്ടും കൂസാതെ, കാരണം അവൾക്ക് മുമ്പിൽ ഒരു വലിയ ആവശ്യമുണ്ട്. അവൾക്കറിയാം യേശു അതിന് കഴിവുള്ളവനാണ്, യേശുവിനത് സാധിക്കും. ആമേൻ. അവൾ അവിടെ നിന്നുകൊണ്ട് പിന്നെയും പറയുന്നു, അതിനവൾ, കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫെയ്ത്ത് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. യേശു ഇങ്ങനെയാണ് അതിന് മറുപടി പറഞ്ഞത്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആമേൻ. ഇത്രയും ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടും, ഞാൻ ഇത്രയും നിന്നെ നാണം കെടുത്തിയിട്ടും, റിഡിക്യൂൾ ചെയ്തിട്ടും, ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട്, ഇൻസൾട്ട് ചെയ്തിട്ടും നീ പോകാതെ പിന്നെയും അവിടെ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തല്ലോ. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അതേ ഗ്രോയിങ് ഫെയ്ത്ത്, വളരുന്ന വിശ്വാസം. 2, ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. മൂന്നാമത് എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അൺവേവറിങ് ഫെയ്ത്ത്, അഥവാ അചഞ്ചലമായ വിശ്വാസം. ആമേൻ. വളരെ ഓണസ്റ്റായ, സിൻസിയറായ, ആത്മാർത്ഥത പുലർത്തുന്ന, ചഞ്ചലപ്പെടാത്ത, സംശയിക്കാത്ത, ആമേൻ, കൂടിയും കുറഞ്ഞു മരിക്കാത്ത ഒരു വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിലീവിങ് ഗാഡ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ, അൺകണ്ടീഷണൽ. വ്യവസ്ഥ കൂടാതെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ വിശ്വസിക്കുക. നമുക്കറിയാം, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന എബ്രായ ബാലന്മാർ, അവർ നെബൂഖദ്നേസർ രാജാവിനോട്, ബാബിലോൺ രാജാവിനോട് പറയുന്നു, നെബൂഖദ്നേസർ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ഒന്നില്ല,
ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. കാരണം ഞങ്ങൾ വിടുവിക്കണമോ വേണ്ടയോ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ അധികാരത്തെ ഞങ്ങൾ കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല. വി ഡോണ്ട് വാണ്ട് ഇൻ്റർഫിയർ. ദൈവം തീരുമാനിക്കട്ടെ വേണോ വേണ്ടയോ എന്നുള്ളത്. ദൈവം ഇന്ന് ഞങ്ങളെ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ തള്ളി പറയത്തില്ല, നിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ആമേൻ. അചഞ്ചലമായ വിശ്വാസം. എബ്രായ ലേഖനം 10:23 ഇപ്രകാരം ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതും ഏൽപ്പിച്ചു കൊടുക്കുന്നതുമാണ് വിശ്വാസം. അപ്പോൾ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തതയുള്ളതാണ്. പിന്നെ നമുക്കെന്നാ കുഴപ്പം? നമുക്ക് വിശ്വസിച്ചാൽ മാത്രം പോരായോ? ഹല്ലേലൂയ. ഇല്ലാത്തത് ഉണ്ടെന്ന് കരുതി, അഥവാ ഉണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ ഉണ്ടായിക്കൊള്ളും എന്ന് കരുതി, അല്ലെങ്കിൽ എന്ന് ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നതാണ് അചഞ്ചലമായ വിശ്വാസം. ആമേൻ. ഈ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു അബ്രഹാം എന്ന് പറയുന്ന മഹാനായ വ്യക്തി. ആമേൻ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 11:22 തൊട്ട് വായിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു. യേശുവിന്റെ ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആമേൻ. എന്താ അതിൻ്റെ അർത്ഥം? ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല, എല്ലാം സാധ്യം. ദൈവത്തിൻ്റെ ശക്തിക്ക് അപ്പുറത്ത് ഒന്നുമില്ല. ഈ ലോകത്തിലെ ഏത് കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വിശ്വസിക്കുമ്പോൾ, അങ്ങനെ ഒരാൾ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ, ആ ആൾക്ക് തനിക്ക് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ താൻ വിശ്വസിച്ച കാര്യം ലഭിച്ചു എന്നുള്ള ഉറപ്പ് മുന്നമേ കിട്ടിക്കഴിയുന്നു. അതാ എബ്രായ ലേഖനം 11:1 പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും. ആമേൻ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഉറപ്പ് കിട്ടി, നിശ്ചയം കിട്ടി. ആമേൻ. കാര്യം കയ്യിൽ വന്നില്ല, കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ കിട്ടുമെന്നുള്ള ഉറപ്പും കിട്ടി, കിട്ടുമെന്ന് നിശ്ചയമായി, തീർച്ചയായി തീർപ്പ് കൽപ്പിച്ചു. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ അൺവേവറിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്, നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന കാര്യത്തെ മുന്നിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ദൈവമേ നീ അത് തന്നതിനായി നന്ദി, സ്തോത്രമെന്ന് പറയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ കാര്യം പ്രാർത്ഥിച്ചിട്ട് ആമേൻ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് എണ്ണിട്ട് പോയിട്ട്, അല്ലെങ്കിൽ എണ്ണിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവേ നീ അത് തന്നതിനായി സ്തോത്രം, അല്ലെങ്കിൽ നീ തരാൻ പോകുന്നതിനായി സ്തോത്രം, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, അവിടുത്തെ വാഗ്ദത്തം പോലെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. എത്ര സന്തോഷകര കാര്യം എന്നറിയാമോ? അത് കേൾക്കുമ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ നാളുകളായി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപക്ഷെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇല്ലായ്മ അല്ലെങ്കിൽ ശൂന്യതയുടെ അനുഭവം സ്വപ്നം കണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാവിലെ സമയം ഈ വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ.
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. ആമേൻ. ആ ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. അവൻ അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ആമേൻ. അൽഫയും ഒമേഗയുമാണ്. ഈ ലോകത്തിലെ എന്തു തന്നെ കാര്യങ്ങളായിരുന്നാലും there's nothing is impossible for our God. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന വാചകങ്ങളിൽ ഒരല്പം വ്യത്യാസം വരുത്താൻ കഴിയുമോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിരാശപ്പെട്ട് സംശയത്തോടെ പ്രത്യാശയില്ലാത്തവരെ പോലെ എണീറ്റ് പോകാതെ, കർത്താവെ അങ്ങ് തന്നതിനായി സ്തോത്രം, അത് ലഭിക്കപ്പെട്ടതിനായി സ്തോത്രം എന്ന് പറഞ്ഞു പോകാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കും. അപ്പോൾ എപ്പോഴാണിത് പറയേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ഫ്രം ദ മോമെൻറ്റ് വി സ്റ്റാർട്ട് പ്രേയിങ്. എന്നിട്ട് പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളിൽ നമ്മൾ പ്രത്യാശയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു ആമേൻ. ഒരു ചൈൽഡിലേക്ക് എക്സ്പെക്റ്റേഷൻ, ഒരു കൊച്ചു കുഞ്ഞ് പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഒരു പ്രവൃത്തിയിലേക്ക് എടുത്തു ചാടുകയാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. ഇതാണ് അബ്രഹാം ചെയ്തത്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം, ആര്? ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. So that is unwavering faith. ആമേൻ. നാലാമത്തതും ഫൈനലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശക്തമായ വിശ്വാസം, സ്ട്രോങ് ഫെയ്ത്ത്. ആമേൻ. അബ്രഹാമിന് ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ശക്തമായ വിശ്വാസം. ഈ ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, തോറ്റുകൊടുക്കാൻ ഇഷ്ടമില്ല, വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇത് ദൈവം പറഞ്ഞിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞതാ, കിട്ടും, തരും. ആമേൻ. കാത്തിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഹബക്കൂക്കിൻ്റെ ആമേൻ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ടല്ലോ, ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് വേഗം വരും, അത് താമസിക്കത്തില്ല. അത് താമസിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനായിട്ട് കാത്തിരിക്കണം. ആമേൻ. അത് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിവൃത്തിയിലേക്ക് ബന്ധപ്പെട്ട് പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് താമസമെന്ന് തോന്നിയാൽ തന്നെ യു മസ്റ്റ് വെയിറ്റ്. ആമേൻ. ഈ വെയിറ്റിംഗ് പീരീഡ്, കാത്തിരിപ്പിൻ്റെ കാലാവധി വളരെയധികം വേദനയും സംശയവും ഭയവും ഉത്കണ്ഠയും അവിശ്വാസമൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്ട്രോങ് ഫെയ്ത്ത് അഥവാ ശക്തിയുള്ള വിശ്വാസം, വിട്ടുകൊടുക്കത്തില്ല. സിറ്റുവേഷൻ എന്തുമാകട്ടെ, സർക്കംസ്റ്റാൻസസ്, സാഹചര്യം എന്തുമാകട്ടെ, അതിൻ്റെ നടുവിൽ ആഴത്തിലേക്ക് കുഴിച്ച് നോക്കും. പിടിച്ചു നിൽക്കാൻ എവിടെയെങ്കിലും ഒരു പിടി കിട്ടുന്നത് വരെയും. ആമേൻ. സാധാരണഗതിയിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ളൊരു വിശ്വാസമാണ്. എന്നാൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ ഇപ്രകാരം വിശ്വാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുള്ളൂ. ദൈവത്തിന് മുന്നമേ നന്ദി പറയാൻ കഴിയുന്നുള്ളൂ, അൺകണ്ടീഷണലായിട്ട് സറണ്ടർ ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ.
വിതൗട്ട് ക്വസ്റ്റ്യനിങ് ദൈവത്തെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. വിതൗട്ട് ഡൗട്ടിങ് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുള്ളൂ. ആമേൻ. നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അല്പം കൂടെ നോക്കിയിട്ട് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുക. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്ന വാഗ്ദത്തം സകല സന്തതിക്ക് ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്ക് കൂടി ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവർ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾ പിതാവാക്കി വെച്ചെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾ പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാരയുടെ ഗർഭപാത്രം നിർജ്ജീവിത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവൻ്റെ നീതിയായി കണക്കിട്ടു. പ്രിയമുള്ളവരെ, അബ്രഹാം ആദ്യമേ തന്നെ ദൈവത്തെക്കുറിച്ച് വിശ്വസിച്ചു. പിന്നീട് തന്നെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും ദൈവം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചു. അതല്ലായിരുന്നുവെങ്കിൽ കൽദയ ദേശത്ത് നിന്ന് തൻ്റെ ആ സ്ഥലത്ത് നിന്ന് തന്നോടെല്ലാം വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ താൻ ഒരിക്കലും ഇറങ്ങത്തില്ലായിരുന്നല്ലോ. എന്താ ദൈവത്തെക്കുറിച്ചുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം? ഒന്നാമത്തെ കാര്യം 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, മരിച്ചവർ ജീവിപ്പിക്കുന്ന ദൈവം. അബ്രഹാമിനോട് ആരും പറഞ്ഞില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന്. ദൈവം അങ്ങനെ ഉയർപ്പിച്ചതായിട്ട് അബ്രഹാം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അന്നോളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ അബ്രഹാം വിശ്വസിച്ചു. എന്തിനു വിശ്വസിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അബ്രഹാം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, എൻ്റെ ദൈവത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. രണ്ടാമത് അതേ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. എന്തിനാ അങ്ങനെ വിചാരിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മൂന്നാമത്, വാഗ്ദത്തം ചെയ്യുന്നത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം. അബ്രഹാം വിശ്വസിച്ച വിശ്വാസമാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, വാഗ്ദത്തം ചെയ്തത്, വാക്കു പറഞ്ഞത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം. ഈ 3 കാര്യങ്ങൾ അബ്രഹാം ദൈവത്തെക്കുറിച്ച് വാസ്തവമായി പരമാർത്ഥതയോടെ വിശ്വസിച്ചു. എന്നിട്ട് അബ്രഹാം തന്നെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും വിശ്വസിച്ചത് എന്താ? ഒന്നാമത്തെ കാര്യം, താൻ വിശ്വസിച്ച 18-ാം വാക്യത്തിൽ താൻ ബഹുജാതികൾക്ക് പിതാവാകും. ആമേൻ. എങ്ങനെയാകും? തൻ്റെ 100 വയസ്സുള്ള ശരീരവും 90 വയസ്സുള്ള തൻ്റെ ഭാര്യ സാരയുടെ ഗർഭപാത്രവും നിർജീവമായി പോയി എന്ന് മനസ്സിലാക്കി ഗ്രഹിച്ചു. എന്ന് ഗ്രഹിച്ചിട്ടും മുകളിൽ ഒരു കാര്യം കിടപ്പുണ്ട്, ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ഒരു കുഞ്ഞുപോലും ഇതുവരെ ഉണ്ടായില്ല. എന്നിട്ടും അബ്രഹാം വിശ്വസിച്ചു. തൻ്റെയും തൻ്റെ ഭാര്യയുടെയും ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. തന്നെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം അതായിരുന്നു. എങ്ങനെയാണ് താൻ വിശ്വസിച്ചത്? 18-ാം വാക്യത്തിൽ കാണുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടെ. ഒരാശയ്ക്കും വകയില്ല. ആശയുടെ എല്ലാ അതേ കാര്യങ്ങളും അസ്ഥാനത്തായിപ്പോയി, എല്ലാം അസ്തമിച്ചു പോയി. ഒരു കാര്യം നോക്കിയിട്ട് ആശിക്കാൻ വകയില്ല. അപ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 19 കാണുന്നു, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വസിച്ചു. വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിക്കുന്നവരാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് യെശയ്യാവ് 40 അവൻ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി പകരും ദൈവമാണ്. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ അകമെയുള്ളവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കും. ഇതൊക്കെ വചനമുണ്ടെങ്കിലും വചനമൊക്കെ അവിടെ കിടക്കും. കാര്യം വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കുന്നവരാണ്. പക്ഷെ അബ്രഹാം ക്ഷീണിച്ചില്ല കേട്ടോ. വിശ്വാസം ക്ഷീണിക്കാതെ. 3, അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വസിച്ചില്ല.
നാളെ എത്ര കഴിഞ്ഞിട്ടും വിശ്വസിച്ച് തന്നെ ഇരുന്നു. പിന്നെ കാണുന്നു വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ കാണുന്നു എല്ലാറ്റിലും ദൈവത്തിന് മഹത്വം കൊടുത്തു. 1 ഗ്രോയിങ് ഫെയ്ത്ത്, വളരുന്ന വിശ്വാസം. 2 ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. 3 അൺവേവറിങ്, അചഞ്ചലമായ വിശ്വാസം. 4 ശക്തമായ വിശ്വാസം, സ്ട്രോങ് ഫെയ്ത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ താഴോട്ട് പോവുകയാണോ മുകളിലോട്ട് പോവുകയാണോ, അതോ നിന്ന നിലയിൽ തന്നെ നിൽക്കുകയാണോ? നട്ടപ്പെടും ഒരു കൊട്ട, പറിച്ചപ്പെടും ഒരു കൊട്ട എന്ന് പറയുന്ന പോലാണോ? അല്ല പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം വളരട്ടെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അതൊരു വലിയ വിശ്വാസമാകട്ടെ, അതൊരു അചഞ്ചലമായ വിശ്വാസമാകട്ടെ, അതൊരു ശക്തമായ വിശ്വാസമാകട്ടെ. ഒട്ടും വിട്ടുകൊടുക്കാത്ത, ഹല്ലേലൂയ, അവസാനം വരെ നന്ദിയോടെ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട രീതിയിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കുമാറാകട്ടെ. നിന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ വിശ്വസിക്കാതെ ഈ കർത്താവിനെ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ വിശ്വസിക്കാം. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ലല്ലോ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ പ്രത്യേക ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, കൃപയിൽ കാക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.